മാതാവിനോടും ഈശോയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഫി എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഡിസംബറിലാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫുൾ നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കില്ലേ, അതുപോലെ ഫുൾ നെഗറ്റീവായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ്സിൽ കയറാൻ സമയമായപ്പോഴേക്കും ഞങ്ങൾ കൊല്ലത്ത് ട്രെയിനിലാണ് വന്നത്. 3 മണിക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യം ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ ഫോമൊക്കെ തന്ന സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ആദ്യം ക്ലാസ്സുള്ള സമയത്ത് ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു. ക്ലാസ് പകുതിയും കേട്ടിട്ടില്ല, ഉറങ്ങിപ്പോയി. പിന്നെ ആവശ്യങ്ങൾ എഴുതാൻ വേണ്ട സമയത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 6 ആവശ്യങ്ങൾ എഴുതി അങ്ങനെ ഞാൻ പോയി. ഉടമ്പടി പാലിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പാലിച്ചിട്ടില്ല ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് മാനേജർ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് കടയിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു പോകുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യത്തിൽ മെയിനായിട്ട് എഴുതിയത്, എനിക്ക് 9 വയസ്സുള്ള മോളുണ്ട്. എനിക്ക് ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് മെയിനായിട്ട് എഴുതിയത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ അബോർഷനായി പോയി. പിന്നെ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു. ഉടമ്പടിയുടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ തീരുന്ന സമയത്ത് പിന്നെ പാട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെയും ഒരു ഡിപ്രഷൻ മൂഡ് പോലെയൊക്കെ എനിക്ക് വന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയി. ജൂണിലാണ് വന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ നെഗറ്റീവായിരുന്നു ഫുള്ളും. പക്ഷേ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മനസ്സ് നിറഞ്ഞ മാതാവ് മാത്രമായിരുന്നു. ഉള്ളിൽ